ഹലോ മക്കളെ, ഹായ്. USSൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നോക്കാം, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ USSുമായി ബന്ധപ്പെട്ട് അടിസ്ഥാന ശാസ്ത്രത്തിൽ ബേസിക് സയൻസിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ചധികം ചോദ്യങ്ങളാണ് പരിചയപ്പെട്ടു പോകുന്നത്. വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാരിലേക്കും ബാക്കിയുള്ള ആളുകളിലേക്കും ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോയിനായിട്ട് നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നോക്കാം ആദ്യത്തെ ചോദ്യം. പ്രകാശം സഞ്ചരിക്കുന്നത് ഏത് രൂപത്തിലാണ് പ്രകാശം സഞ്ചരിക്കുന്നത്? വളഞ്ഞ പാതയിലാണോ, വൃത്തത്തിലാണോ, നേർരേഖയിലാണോ, ക്രമരഹിതമായാണോ എന്നാണ് ചോദ്യം. നമുക്കറിയാം, പ്രകാശം നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. ഓക്കെ, ചെറിയൊരു പ്രശ്നമുണ്ട്, സ്പെല്ലിംഗ് തെറ്റാണ്. നോക്കാം, ടൈപ്പ് ചെയ്യുമ്പോഴാണ് തെറ്റാണ് സ്വാഭാവികമായിട്ടും. നിഴൽ രൂപപ്പെടാൻ കാരണം പ്രകാശത്തിൻ്റെ ഏത് സ്വഭാവമാണ്? നിഴൽ. ഓക്കെ, പ്രതിഫലനം, അപവർത്തനം, നേർരേഖാ സഞ്ചാരം, വിസരണം. ഓർത്ത് വയ്ക്കുക, നേർരേഖാ സഞ്ചാരം. ഓക്കെ. പൂർണ്ണമായി പ്രകാശം കടന്നു പോകാത്ത വസ്തുക്കൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? 3 തരത്തിലുള്ള വസ്തുക്കളെ പറ്റി നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. സുതാര്യ വസ്തുക്കൾ, അർദ്ധധാര്യ വസ്തുക്കൾ, അധാര്യ വസ്തുക്കൾ, പ്രതിഫലന വസ്തുക്കൾ. ഓർത്ത് വയ്ക്കുക, ഒപ്പെക് വസ്തുക്കളാണ് പ്രകാശം എന്ത് ചെയ്യാത്തത്? പൂർണ്ണമായി കടത്തി വിടാത്തത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, എന്താണ്? അധാര്യ വസ്തുക്കൾ. ഓപ്ഷൻ സി, അധാര്യ വസ്തുക്കൾ, ഒപ്പെക് ഒബ്ജക്ട്സ്. അടുത്ത ചോദ്യം. ഒരു പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു പോകുന്ന പ്രതിഭാസം. ഒരു പ്രതലമുണ്ട്, അതിലെന്ത് ചെയ്തു? പ്രകാശം തട്ടി തിരിച്ചു പോകുന്ന പ്രതിഭാസത്തെ പറയുന്നത് എന്ത് പേരാണ്? അപവർത്തനം, പ്രതിഫലനം, വിസരണം, വിഭംഗനം, ഡിഫ്രാക്ഷൻ. ഓക്കെ, നോക്കാം. ഉത്തരം പ്രതിഫലനം. റിഫ്ലക്ഷൻ ആണ് അതിൻ്റെ ഉത്തരം. അത് ഉള്ളിലൂടെ കടന്നു പോയാൽ എന്ത് ചെയ്യും? അത് അപവർത്തനം സംഭവിക്കും. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. പ്രകാശത്തിൻ്റെ പ്രതിഫലന നിയമങ്ങൾ അനുസരിച്ച് പതിക്കുന്ന കോണും പ്രതിഫലന കോണും തമ്മിലുള്ള ബന്ധം എന്താണ്? ഓക്കെ, അതായത് ഇതൊരു പ്രതലമാണ്, ഇത് നോർമലാണ്, ഇതാണെന്ത്? പതിക്കുന്ന രശ്മി. അതേപോലെ ഇതും പ്രതിഫലന രശ്മി. ഈ കോണും തമ്മിലുള്ള ബന്ധം എന്ത് എന്നാണ് ചോദ്യം. എന്താണ് ബന്ധം? യെസ്, തുല്യമല്ല. പതിക്കുന്ന കോൺ വലുതാണ്, തുല്യമാണ്. പ്രതിഫലന കോൺ വലുതാണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, എന്താണ്? തുല്യമാണ്. ഇത് രണ്ടും എന്താണ്? തുല്യമാണ്. ഇനിയിപ്പോൾ ഇങ്ങനെ പതിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? അത് അങ്ങനെയാണ് പോവുക. ഓക്കെ, ജസ്റ്റ് ഓർത്ത് വയ്ക്കുക കേട്ടോ. സമതല ദർപ്പണത്തിൽ പ്ലെയിൻ മിററിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എന്താണ്? യഥാർത്ഥ പ്രതിബിംബം, ചെറുതും തല കീഴായതും, മിഥ്യാപ്രതിബിംബം, യഥാർത്ഥവും വലുതും. അപ്പോൾ സമതല ദർപ്പണത്തിലാണ് പ്രകാശം പതിക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ അതിലാണ് പ്രതിബിംബം രൂപപ്പെടുന്നതെങ്കിൽ അതിൻ്റെ പ്രത്യേകതയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഓർത്ത് വയ്ക്കുക, അത് മിഥ്യ പ്രതിബിംബമായിരിക്കും, വെർച്വൽ ഇമേജ് ആയിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം. വൈദ്യുതി പ്രവഹിക്കാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇൻസുലേറ്ററുകൾ, കറണ്ട് മീറ്ററുകൾ, ചാലകങ്ങൾ, സെമി കണ്ടക്ടറുകൾ. ഉത്തരം ചാലകങ്ങൾ ഓർ കണ്ടക്ടേഴ്സ്. ഓക്കെ, ഒരു വസ്തു വൈദ്യുതിയെ എന്ത് ചെയ്യുന്നു? കടത്തിവിടുന്നു. അത് കണ്ടക്ടറുകളാണ്, ചാലകങ്ങളാണ്. ഇനി താഴെ പറയുന്നവയിൽ വൈദ്യുതിയുടെ നല്ല ചാലകം ഏതാണ്? ഓക്കെ, മരമാണോ, റബ്ബറാണോ, പ്ലാസ്റ്റിക് ആണോ, ചെമ്പാണോ? ഓക്കെ, അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇതിൽ മരമല്ല, മരം നല്ലൊരു ചാലകമല്ല, റബ്ബർ ചാലകമല്ല, പ്ലാസ്റ്റിക് ചാലകമല്ല, കോപ്പർ എന്താണ്? ഒരു മെറ്റലാണ്. കോപ്പർ എന്താണ്? ഒരു ചാലകമാണ്. ഇത് വൈദ്യുതി സർക്യൂട്ടിൽ വൈദ്യുതിയുടെ പ്രവാഹം നിയന്ത്രിക്കുന്ന ഉപകരണം എന്താണ്? നമ്മളൊരു പാഠം തന്നെ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? അങ്ങനെ സർക്യൂട്ടിൽ വൈദ്യുത പ്രവാഹം നിയന്ത്രിക്കുന്നത് ആരാണ്? അങ്ങനെ പോകുന്നുണ്ട്, അങ്ങനെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇയാൾ ആരാണ്? യെസ്, ബാറ്ററി, സ്വിച്ച്, വയർ, ബൾബ്. സ്വിച്ചാണ് എന്ത് ചെയ്യുന്നത്? അതിനെ നിയന്ത്രിക്കുന്നത്. അപ്പം നിങ്ങൾ സർക്യൂട്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? വരച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഒരു ബൾബും വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ബൾബിൻ്റെ ഇത്ര നല്ല. ഓക്കെ, ഓർത്ത് വയ്ക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക,
ഇത് ഓഫാണ് എങ്കിൽ എന്ത് ചെയ്യും? വൈദ്യുതി കടന്നു പോകില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഓണാണെങ്കിൽ കടത്തിവിടും. സ്വിച്ചാണ് നിയന്ത്രിക്കുന്ന ഉപകരണം. ഒരു സാധാരണ സെല്ലിൽ രാസോർജം ഏത് ഊർജമായി മാറുന്നു? സാധാരണ സെല്ലാണ് കേട്ടോ. ഓക്കെ, അപ്പം നോക്കാം. താപോർജം, പ്രകാശോർജം, വൈദ്യുതോർജം, ശബ്ദോർജം. അപ്പോൾ രാസോർജം എന്തായി മാറുന്നു? യെസ്, വൈദ്യുതോർജമായി മാറുന്നു. ഓക്കെ, വൈദ്യുതോർജമായി. അതാണ് ഒരു സാധാരണ സെല്ലിൽ എന്ത് ചെയ്യുന്നത്? നടക്കുന്ന ഊർജ മാറ്റം. അടുത്ത ചോദ്യം, വൈദ്യുത ബൾബിൽ ഉണ്ടാകുന്ന പ്രധാന ഊർജ മാറ്റം ഏതാണ്? വൈദ്യുത ബൾബിലോട്ട് എന്ത് ചെയ്യുന്നു? വന്നിച്ച് കയറുന്ന ആള് എന്താണ്? വൈദ്യുതോർജമാണ്. അത് എന്തൊക്കെയായിട്ട് മാറുന്നു നോക്കാം നമുക്ക്. നോക്കുക, വൈദ്യുതോർജം താപോർജം ശബ്ദോർജമായി മാറുന്നു. ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? ശബ്ദം ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇതല്ല അതിൻ്റെ ശരി. താപോർജം അവിടെ തന്നെ തെറ്റി അല്ലെ? താപോർജമാണ് കൊടുക്കുന്നത്, അല്ല അത് ചൂടാക്കിയിട്ടാണ് ബൾബ് കത്തിക്കുന്നത്, അല്ല. ദെൻ ഡി നോക്കുക, പ്രകാശോർജം താപോർജം ശബ്ദോർജമായി മാറുന്നില്ല, നമുക്കറിയാം. ഇനി നോക്കുക, വൈദ്യുതോർജം താപവും പ്രകാശവുമായി മാറുന്നു. ഓപ്ഷൻ സി. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾ ഓരോ ഉത്തരങ്ങളും കണ്ടെത്തേണ്ടത്. ഓക്കെ അല്ലേ? ദെൻ വൈദ്യുതിയുടെ താപഫലം ഓർ ഹീറ്റിംഗ് എഫക്റ്റ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണം എന്താണ്? വൈദ്യുതി നൽകിയിട്ട് എന്ത് ലഭിക്കണം? താപം ലഭിക്കണം. അതെങ്ങനെയാണ്? ഇലക്ട്രിക് മോട്ടോർ, ഫാന്, ഇസ്തിരിപ്പെട്ടി, മൈക്രോഫോൺ. അപ്പോൾ ഓർത്ത് വയ്ക്കാം, ഇസ്തിരിപ്പെട്ടി ഓർ അയൺ ബോക്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, വൈദ്യുതി കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു? ചൂട്, താപം ഉണ്ടാക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. വൈദ്യുത കാന്തം ഓർ ഇലക്ട്രോ മാഗ്നറ്റ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണം ഏതാണ്? ഫ്യൂസ്, വൈദ്യുത മണി, വൈദ്യുത ഹീറ്റർ, LED ബൾബ്. ഓർത്ത് വയ്ക്കാം, ഇവിടെ കാന്തത്തിൻ്റെ സവിശേഷത ഉപയോഗിക്കുന്നത് വൈദ്യുത മണിയിലാണ് ഓർ ഇലക്ട്രിക് ബെല്ലിലാണ്. ബാക്കിയുള്ളതിലൊന്നും എന്തില്ല, യൂസ് ചെയ്യുന്നില്ല. ദെൻ അടുത്ത ചോദ്യം, ഫ്യൂസ് വയർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ്? ഫ്യൂസിൻ്റെ വയർ കേട്ടോ. ഓക്കെ, ഓർത്ത് വയ്ക്കാം. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ മാറിപ്പോവാൻ സാധ്യതയുണ്ട്, കാരണം ഇത് നമ്മൾ പഠിച്ചിട്ട് വരുന്നല്ലേ ഉള്ളൂ. ചെമ്പ്, അലുമിനിയം, ലെഡും ടിന്നും, ഇരുമ്പും നിക്കലും, ചെമ്പും സിങ്കും. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ലെഡും ടിന്നിൻ്റെയും ലോഹസങ്കരമാണ് ഫ്യൂസ് വയർ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വയ്ക്കുക, ലെഡും ടിന്നും. ദെൻ കാന്തിക മണ്ഡലം സൃഷ്ടിക്കാൻ വൈദ്യുതി ഉപയോഗിക്കുന്ന പ്രതിഭാസത്തെ പറയുന്ന പേരെന്താണ്? വൈദ്യുതിയുടെ താപഫലം, വൈദ്യുതിയുടെ രാസഫലം, വൈദ്യുതിയുടെ കാന്തിക ഫലം, വൈദ്യുതിയുടെ യാന്ത്രിക ഫലം. ഓർത്ത് വയ്ക്കുക, വൈദ്യുതിയുടെ കാന്തിക ഫലം. ഇതാണ് കാന്തിക മണ്ഡലം സൃഷ്ടിക്കാൻ വൈദ്യുതി ഉപയോഗിക്കുന്ന പ്രതിഭാസത്തെ പറയുന്ന പേര്. ഓക്കെ, സോ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ കൂടി. സസ്യങ്ങളിൽ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ്? ശ്വസനം, പ്രകാശ സംശ്ലേഷണം, വിസർജനം, ട്രാൻസ്പിറേഷൻ. ഓക്കെ, ഓർത്ത് വയ്ക്കാം. ഉത്തരം പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ് ആണ് സസ്യങ്ങളിൽ ആഹാരം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നിർമ്മിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര്. സോ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.